നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകന്റെ ചോറൂണ് ദിനത്തിൽ ജീവനൊടുക്കിയ അച്ഛന്റെ കഥകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഏറെ സങ്കടപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. കാരണം തന്റെ മകന്റെ ചോറൂണ് കാണാൻ വേണ്ടി കാത്തിരുന്ന കുടുംബത്തിലേക്ക് ഒരു മരണ വാർത്ത എത്തുന്നു. അതും ആ കുഞ്ഞിന്റെ പിതാവിന്റെ തന്നെ മരണ വാർത്ത. പക്ഷെ ഒരുപാട് ദുരൂഹതകൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പിറകിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഒരു മകന്റെ അല്ലെങ്കിൽ തന്റെ കുഞ്ഞിന്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും സജീവമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാള് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പിതാവ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഈ മകന്റെ ചോറൂണുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിക്കിടയിൽ പിതാവിന്റെ ആ സജീവ പ്രവർത്തനങ്ങൾ കാണാതായിട്ട് പോലും അദ്ദേഹം എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ തോന്നാത്ത ആ ഒരു നാട്ടുകാരുടെയും മറ്റാളുകളുടെയും ഒക്കെ ഒരു ചിന്താഗതി, അതേപോലെ തന്നെ പിതാവ് എവിടെ എന്ന് പോലും ഒരു സംശയം പോലും തോന്നാത്ത ഒരു നടപടി, ഇതൊക്കെയാണ് നിരവധി ദുരൂഹതകളിലേക്ക് ഈ സംഭവത്തിൽ വഴി നീക്കുന്നത്. എന്തായാലും മകന്റെ ചോറൂണ് ദിനത്തിൽ യുവാവ് ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഇവരുടെ ബന്ധുക്കളൊക്കെ നിലവിൽ ഉയർത്തുന്നത്. പക്ഷെ നിരവധി സംശയങ്ങൾ, അതായത് അത്രയും സമയം സ്വന്തം കുഞ്ഞിന്റെ ഒരു പരിപാടിയായിട്ട് പോലും അദ്ദേഹം അവിടെ ഇല്ല എന്ന് വരുമ്പോൾ അദ്ദേഹം എവിടെ പോയി എന്ന് പോലും അന്വേഷിക്കാതിരുന്നതിന്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും മകന്റെ ചോറൂണ് ദിനത്തിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇത്തരത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക ബാധ്യതയായിരുന്നു ഈ മരണത്തിന്റെ കാരണമെന്നുള്ള വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. വിതുര പേരയത്തുപാറ സ്വദേശിയായിട്ടുള്ള അമൽ കൃഷ്ണൻ എന്ന് പറയുന്ന 35 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. അമൽ പാർട്ട്ണറായ ടർഫിന് സമീപത്തെ കെട്ടിടത്തിലായിരുന്നു ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരം. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തുള്ള ഗുരുമന്ദിരത്തിൽ വീട്ടുകാർ ചോറ് കൊടുക്കുന്ന സമയം, അതായത് കുഞ്ഞിന് ചോറൂണ് നടത്തുന്ന സമയത്താണ് അമൽ സ്വന്തം ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്നത്. പേരേത്തുപറമ്പിൽ ലാംസിയ എന്ന പേരുള്ള ടർഫ് സുഹൃത്തുക്കൾക്കൊപ്പം നടത്തി വരികയായിരുന്നു അമൽകൃഷ്ണൻ. ഇവിടെയുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് മരണത്തിലേക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ടർഫിന് സമീപത്തുള്ള പഴയ കെട്ടിടത്തിനകത്താണ് അമലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നത് ചില ദുരൂഹതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും സമീപത്തു നിന്ന് അമൽ എഴുതി വെച്ച ഒരു ആത്മഹത്യ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് കടബാധ്യതയാണ് എന്നാണ്. കടബാധ്യതയാണ് താൻ ജീവനൊടുക്കാൻ കാരണമെന്നും ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്ന് പറഞ്ഞാണ് ഈ ഒരു വിഷയത്തിൽ സാമ്പത്തിക ബാധ്യതയായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസും എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെ 8:30 ഈ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. മകന്റെ ചോറൂണിന് അമൽ ഗുരുമന്ദിരത്തിൽ എത്താത്തതുമായി ബന്ധപ്പെട്ട് ഏറെ വൈകിയ സമയത്ത് വീട്ടുകാർ അന്വേഷണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് അമൽ ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തിയതെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉടൻ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. അമലും 6 സുഹൃത്തുക്കളും ചേർന്നാണ് ടർഫ് നടത്തിയതെന്നാണ് വിവരം. ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന സൂചന. വിതുര പോലീസ് എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള വാട്സപ്പ് സ്റ്റാറ്റസുകൾ അടക്കം ഇട്ടിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അമലിന്റെ ചില സുഹൃത്തുക്കൾ നൽകുന്ന പ്രതികരണം. അമൽകൃഷ്ണനും 5 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുള്ള ടർഫ് നടത്തിയത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കേരള ബാങ്കിന്റെ വിതുര ശാഖയിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി അല്ലെങ്കിൽ ഇത്തരമൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതെന്നും തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് ബാങ്ക് അധികൃതർ ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. തിരിച്ചടവിന് തീയതി പറഞ്ഞതോടെ അവർ തിരിച്ചു പോയി എന്നാണ് വീട്ടുകാർ പ്രതികരിക്കുന്നത്. എന്നാൽ ആത്മഹത്യക്കുറിപ്പിൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അമലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബത്തിൽ ചിലരൊക്കെ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ടൈൽസ് പണിക്കാരനായിരുന്ന അമൽ യാതൊരു തരത്തിലും മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് അമൽ പോകുമോ എന്നുള്ള സംശയമുണ്ട് എന്നുകൂടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ടർഫ് എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ പല ഇടങ്ങളിലും തുരുതുരെ ഉയർന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ കിടമത്സരം തുടങ്ങിയതോടുകൂടിയാണ് ഇങ്ങനെയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയത് എന്നും ബിസിനസ്
മനസ്സ് പൊട്ടിയത് എന്നൊക്കെയാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. പക്ഷേ മരണം അത് ഈ പറയുന്നത് പോലെ ആത്മഹത്യ തന്നെയാണോ എന്നുള്ളതിലാണ് സംശയം. പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞിന്റെ ചോറൂണ് ദിവസം തന്നെ അത്തരമൊരു ആത്മഹത്യക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുക്കൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു പിതാവ് ഒരിക്കലും തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊരു തീരുമാനം എടുക്കില്ല എന്നതൊക്കെയാണ് സ്വാഭാവികമായിട്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമൽ മറ്റൊരാൾക്കും ഉപദ്രവവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാത്ത അമൽ തന്റെ കുഞ്ഞിന് എന്നും ഒരു വേദനയാകുന്ന തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുക്കുമോ എന്നതൊക്കെ സംശയമാണ്. എന്തായാലും ഈ പരിപാടി അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചോറൂണ് നടത്തിയത് ഈ അമലിന്റെ ഭാര്യ കുടുംബമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അമലിന്റെ സാന്നിധ്യം അവിടെ കുറഞ്ഞത് എന്നുള്ള നിഗമനവും ചില നാട്ടുകാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അമലിന്റെ ആത്മഹത്യയിൽ ചില സംശയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ സാമ്പത്തിക ബാധ്യതയാണ് അമലിന്റെ മരണത്തിന് കാരണമായത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മറ്റൊരു വിഷയം കൂടെ ഇവിടെ ഗുരുതരമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ കേരള പിറവി ദിനത്തിൽ സംസ്ഥാന സർക്കാർ ദരിദ്രമുക്ത കേരളം എന്നുള്ളൊരു പദ്ധതി സാക്ഷാത്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിൽ പലയിടങ്ങളിലും പല ആളുകളും വലിയ രീതിയിലുള്ള ദാരിദ്ര്യം തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ജനങ്ങൾക്കും ദയനീയമായിട്ടുള്ള രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് കൂടെയുണ്ട്. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് കേരളത്തിൽ ഒരാൾ പോലും ദരിദ്രരായി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പല വീടുകളുടെ അവസ്ഥയും അതിദരിദ്രം പിടിച്ചത് തന്നെയാണ് എന്നുള്ളതാണ്. കയറി കിടക്കാൻ പോലും ഒരിടമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയെ പല വീടുകളുമായി ചുറ്റിപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. കേരള വികസന ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള അധ്യായമായാണ് അതിദരിദ്രമുക്ത പ്രഖ്യാപനം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനെയൊക്കെ ന്യായീകരിച്ച് പറയാറുള്ളത്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നും ഇടത് സർക്കാരിന് അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ഒക്കെ വലിയ രീതിയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത്. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് ആളുകളെ വിഡ്ഢിയാക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും MV ഗോവിന്ദൻ നടത്തിയിരുന്നു. അതായത് സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ശരിക്കും കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഈ പറയുന്നത് പോലെ ദരിദ്രമുക്തരല്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും സർക്കാർ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി മാത്രം സർക്കാർ അർഹതപ്പെടാത്തവരുടെ അടക്കം പേര് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലിസ്റ്റ് തയ്യാറാക്കുകയും ദരിദ്രം അനുഭവിക്കുന്ന നിരവധി ആളുകളുടെ പേര് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ് LDF സർക്കാർ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കണക്ക് പറഞ്ഞുള്ള ഇത്തരത്തിലുള്ള പ്രതികരണത്തിനാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ന്യായീകരണവുമായിട്ട് രംഗത്തെത്തുന്നത്. ആ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്നും കേരളത്തിൽ ദരിദ്രമുക്ത കേരളം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നവംബർ 1 പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയായിരുന്നില്ല ഇതെന്നും പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധരും വിചാരിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പദ്ധതിയല്ല ഇതെന്നും 57 മുതലുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത് എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത്. 4.5 വർഷമായി പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോഴേക്കും ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. ലോകശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ വന്നപ്പോഴാണ് VD സതീശനും സംഘവും തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലീഗും കോൺഗ്രസും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവ് ആളുകളെ വിഡ്ഢികളാക്കുകയാണ് എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ 1000 ആക്കും എന്നതായിരുന്നു. സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും അത് 1600 രൂപയാക്കി മാറ്റിയിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാർ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കാൻ 3000 ആക്കി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതിദരിദ്രരെ കാണാതിരിക്കാൻ BJP ചെലവാക്കിയത് 100 കോടി രൂപയാണ്. കേരളത്തിൽ മതിലൊന്നും കെട്ടേണ്ടി വന്നിട്ടില്ല എന്നുള്ള ഒരു പരാമർശവും സതീശൻ കേരളം മുഴുവൻ സന്ദർശിച്ച് അതിദരിദ്രരെ കണ്ടെത്തുകയാണോ എന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു. അതിദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനം വേദിയിൽ സംസ്ഥാനത്തിന്റെ
തന്റെ സാമൂഹിക നേട്ടങ്ങളെ അഭിനന്ദിച്ചും ദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞും കൊണ്ടും ഈ ഒരു വിഷയത്തിൽ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ സജീവമായി നിന്നതും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നടൻ മമ്മൂട്ടി തന്റെ നാട്ടിലുള്ള മാറ്റങ്ങളെ കുറിച്ച് അഭിമാനപൂർവ്വം തന്നെയാണ് സംസാരിച്ചത്. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം ഉണ്ട് എങ്കിൽ പോലും വിശക്കുന്ന വയറിന് മുൻപിൽ ഒരു വികസനത്തിനും വിലയില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടെ നടത്തിക്കൊണ്ടായിരുന്നു നടൻ മമ്മൂട്ടിയുടെ പ്രസംഗം. വികസന പദ്ധതികൾ വിശക്കുന്ന വയറുകൾ കണ്ടു തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 8-9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താനൊരു പൊതുവേദിയിൽ എത്തുന്നത് എന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. ഈ ചെറിയ കാലയളവിനുള്ളിൽ പോലും സംസ്ഥാനത്ത് നിരവധി കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്താണ് താൻ അവിടെ എത്തിയതെന്നും ഒരുപാട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നും 6-7 മാസങ്ങൾക്കകമായി യാത്ര സുഗമമാവുമെന്ന് താൻ കരുതിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊക്കെ വികസനത്തിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയത്ത് കേരളത്തിലെ എല്ലാവരും ഈ പറയുന്നത് പോലെ ദരിദ്ര മുക്തമായിട്ടുള്ള ആളുകളാണ് എന്ന് കരുതരുത് എന്നും പലരും അതിദരിദ്രം അനുഭവിക്കുന്നവരുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകൊണ്ട് എന്തായാലും പ്രതിപക്ഷം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത്, സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്തും മറുവശത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾക്ക് ഒന്ന് കയറി കിടക്കാൻ പോലും വീടില്ലാത്ത അവസ്ഥയിലുള്ള ആളുകൾ പോലും കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തെളിവായിട്ട് മാധ്യമങ്ങൾ ഓരോരുത്തരും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇതിനിടയിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ജീവൻ ഒടുക്കുന്ന മലയാളികളുടെയും വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്.